മഹാമാഘം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ ഒരു ജനപ്രവാഹം കണക്കാക്കിയതിലൊക്കെ അധികം വിശ്വാസികൾ തിരുനാവായയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കാഴ്ചകളാണ് കണ്ടത്. ഇതിനെല്ലാം തന്നെ നേതൃത്വം കൊടുത്ത സ്വാമി ആനന്ദവനം ഭാരതി നമ്മോടൊപ്പം ചേരുന്നു. ലക്ഷ്യം നിറവേറുന്നതിൻ്റെ ഒരു ആത്മസംതൃപ്തി അല്ലേ? ഗുരുപരമ്പരയും കാലവും പ്രകൃതിയും നിശ്ചയിച്ചതൊക്കെ അതുപോലെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സന്തോഷം. ഇത്രയൊക്കെ അധികം തീർത്ഥാടകർ വിശ്വാസികൾ എത്തുന്നു കണക്കാക്കിയിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ? തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ ആദ്യഘട്ടത്തിൽ ഇതിനെ ഒരു ചെറിയ കാരണം ഒരു ആദ്യമായിട്ടുള്ള തുടക്കമാണ്. കേരളത്തിന് അതായത് കേരളം വിസ്മരിച്ചു പോയിട്ടുള്ള ഒരു മഹാസംഗമമാണ്. അപ്പോൾ ആ ഓർമ്മയെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു തപോഭൂമിയുടെ പവിത്രതയെ ഇത്ര വേഗത്തിൽ ജനങ്ങളിലേക്ക് അതിൻ്റെ ശക്തിയെ പ്രസരിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു 2-3 വർഷങ്ങൾ കൊണ്ട് ഇതുണ്ടായി വരും എന്നാണ് സങ്കല്പിച്ചിരുന്നത്. പക്ഷെ അത് 2-3 ദിവസങ്ങൾ കൊണ്ടുണ്ടായി. കേരളം ഒന്നാകെ എവിടേക്ക് എത്തിയത് തന്നെ പറയാം അല്ലേ? കേരളം ഒന്നാകെ എന്ന് പറയുന്നതിൽ കൂടുതലായിട്ട് ലോകം ഒന്നാകെ വന്നു എന്നുള്ളൊരു അനുഭവമാണ് നമുക്കുള്ളത്. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, US നിന്നും, കാനഡയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ മലയാളികൾ മാഘത്തിന് വേണ്ടി മാത്രം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ദക്ഷിണ ഭാരതത്തിൽ നിന്ന്, ആന്ധ്രയിൽ നിന്നും, കർണാടകയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ധാരാളം ആളുകൾ അത് ആചരണമായിട്ട്, തമിഴ്നാട്ടിൽ നിന്ന് ആചരണമായിട്ട്, ഇപ്പോൾ തായ് വീട്ട് സേർ എന്ന് പറയുന്ന ഭാരതപ്പുഴയുടെ ഉത്ഭവത്തിൽ നിന്ന് അവിടെ നിന്നുള്ള ആളുകളെല്ലാവരും ചേർന്ന് അവിടെ നിന്നുള്ള മകൾക്കുള്ള പലഹാരങ്ങളും വസ്ത്രങ്ങളും ഒക്കെയായിട്ട് വന്നു. പിന്നെ ഉത്തരഭാരതത്തിൽ നിന്ന് കുറച്ച് പേര് ആ രീതിയിലും വന്നു. അങ്ങനെ ഒരു വലിയ ഒരു ഹിന്ദു ധർമ്മ സംഗമമായിട്ട് ഇത് മാറി. ആദ്യം ഉണ്ടായ തടസ്സങ്ങൾ ഊർജ്ജം കൂടുതൽ പകരുകയാണ് ചെയ്തതെന്ന് കരുതാം അല്ലേ? അല്ല, തടസ്സങ്ങളിൽ നിന്ന് നമുക്ക് ഊർജ്ജം ഉൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയുള്ള തപസ് തന്നെയുണ്ട് നമുക്ക് ഊർജ്ജം പകരാൻ വേണ്ടിയിട്ട്. തടസ്സങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി, അത് അതിൻ്റെ വഴിക്ക് പോയി എന്നുള്ളത് മാത്രമേ കരുതാം. ആ ഒരു ഘട്ടത്തിൽ സമൂഹം കൂടുതൽ ഒന്നിച്ച് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് കരുതാമോ? അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഒരു സ്വാഭാവികമായിട്ടൊരു ചലനമുണ്ടാക്കിയേക്കാം. പക്ഷേ ഇത്തരം ഒരു വലിയ മാറ്റം വരുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ആ തടസ്സം ഉണ്ടായെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം സാമാന്യമായിട്ടൊരു പ്രശ്നമുള്ള സ്ഥലമാണ്, അനുമതിയില്ല, അല്ലെങ്കിൽ അതിനൊരു കേസുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സാമാന്യമായിട്ടുള്ള ജനങ്ങൾക്ക് ചിലപ്പോൾ നമ്മളൊരു പ്രശ്നമുള്ള സ്ഥലത്തേക്ക് പോകണോ എന്ന് പറയുന്നൊരു ചിന്ത ഉണ്ടാവാം. അപ്പം അങ്ങനെയാണ് അതിന് തടസ്സം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ കരുതിയിട്ടുണ്ടാവുക എന്ന് കരുതുന്നു. പക്ഷേ ഈ വന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെയില്ല. അല്ല, ഈ തടസ്സം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊന്നും ഈ വന്ന ബഹുഭൂരിപക്ഷ ആളുകളും അവർ അറിഞ്ഞിട്ട് തന്നെയില്ല. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് പേര് വന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം ഇതുമായിട്ട് മാധ്യമങ്ങളും മറ്റുള്ള ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന ചുരുക്കം ചില ആളുകൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഏതാണ്ട് 5 ലക്ഷം അതിനടുത്ത് അതിന് ഏറെ എന്നൊക്കെ ആളുകൾ വന്നു എന്നാണ് അതിൻ്റെ പോലീസ് അധികാരികളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിലൊരു 70-80% പേരും ഈ തടസ്സത്തെക്കുറിച്ചോ അവർ മാഘത്തെക്കുറിച്ച് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനി എല്ലാവരും ചോദ്യം അടുത്ത വർഷം എങ്ങനെയാകും എന്നുള്ളതൊക്കെ ശരിക്കും സന്യാസിമാർക്കാണല്ലോ അറിയാം. എങ്ങനെയാണ് ഇതിൻ്റെ വരും വർഷങ്ങളിലുള്ള മാഘം? എല്ലാ വർഷവും നടക്കും. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, പ്രയാഗ്രാജിൽ എല്ലാ വർഷവും പൗഷ പൗർണമി തൊട്ട് ശിവരാത്രി വരെ മാഘം നടക്കും. 2028 ഇവിടുത്തെ 12 വർഷം കൂടുമ്പോഴുള്ള ഭവ്യമായിട്ടുള്ള മുഹൂർത്തം. അത് സിംഹസ്ഥ എന്ന് പറയും. വ്യാഴം സിംഹരാശിയിൽ വന്നു ചേരുന്ന സമയം. ആ സമയത്ത് മാഘമാസം, ഒരു രാശിയിൽ വ്യാഴം ഒരു വർഷത്തോളമാണ് ഉണ്ടാവുക. ആ സമയത്ത് മാഘമാസം. അത് ഉജ്ജയിൻ കുംഭമേളയുടെ സമയം കൂടിയാണ് ആ സിംഹസ്ഥ എന്ന് പറയുന്നൊരു സമയം. അപ്പോൾ അത് കുറച്ചുകൂടി വിപുലമായി ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളും ഇവിടെ എത്തിച്ചേരുന്ന വിധത്തിൽ ആചരിക്കാനാണ് സങ്കല്പിക്കുന്നത്. അടുത്ത വർഷം ഇതേപോലെ തന്നെ ആയിരിക്കും നടക്കുക അല്ലേ? ഇത് ഇത്തവണ ഇത്രയും വലിയ ഒരു രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഇത്രയും പരമ്പരകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. മാഘത്തിൻ്റെയും കുംഭത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ പരമ്പരകളും അവരവരുടെ നിശ്ചയപ്രകാരം വന്ന് അതിൻ്റെ സ്നാനവും ആചരണങ്ങളും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഈ മാഘത്തിൽ തന്നെ അതുണ്ടായി. അപ്പോൾ ഇതിനെയൊക്കെ അതിനു വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുത്താനും കുറച്ചുകൂടി മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നടത്താൻ ഇത്തവണ നമ്മൾ ചെറിയൊരു കാര്യം എന്നുള്ള നിലയ്ക്ക് ഉദ്ദേശിച്ചുകൊണ്ടൊരു 3 ആഴ്ചത്തെ തയ്യാറെടുപ്പും ഏതാണ്ടൊരു 10 പേരുടെ ഒരു പ്രയത്നമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു വലിയ രീതിയിൽ വരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ സേവാപ്രസ്ഥാനമായിട്ടുള്ള സേവാഭാരതി അത് മെയ് മറന്ന് രംഗത്തിറങ്ങി എന്ന് പറഞ്ഞാൽ പോലും നമുക്കതിൽ ചുരുക്കി നിർത്താൻ കഴിയില്ല. രാവിലെ മുഴുവൻ ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് രാത്രി മുഴുവൻ ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്ത് അങ്ങനെ അതിൻ്റെ വളണ്ടിയറിങ്ങും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അക്ഷീണ പ്രയത്നവുമായിട്ട് അവർ വന്നു. അപ്പോൾ സമാജത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് യാതൊരു തരത്തിലുള്ള ഭേദവുമില്ലാതെ കുംഭമേളയ്ക്ക് എങ്ങനെയാണോ ഹിന്ദു സമാജത്തിൻ്റെ ഒരു വലിയ കൂടിച്ചേരൽ കണ്ടത്,
അതുപോലെ ഇവിടെയും അത് കൂടിച്ചേരുകയും കാര്യങ്ങളും ചെയ്തു. എല്ലാവരുടെയും ചോദ്യം 2 കരകളിലായിട്ടാണ് നടക്കുന്നത്. ഇതെല്ലാം ഒന്നിച്ച് നടക്കാനുള്ള ഒരു സാധ്യത എത്രമാത്രം ഉണ്ട് അടുത്ത തവണയൊക്കെ? അങ്ങ് കുംഭമേളയിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഒരേ സമയത്ത് അവിടെ 3 ലക്ഷം പ്രോഗ്രാമുകളാണ് നടക്കുക. ഇത് 2 കരകൾ എന്നുള്ളതല്ല, തിരുമൂർത്തി മല തൊട്ട് ത്രിമൂർത്തി സംഗമം വരെയുള്ള ഭാരതപ്പുഴയുടെ എല്ലാ കരകളിലും അടുത്ത വർഷം മുതൽ മാഘം നടക്കും. അങ്ങനെ ഒരു കാര്യം, ജുന അഖാഡയുടെ ഇവിടെ ഒരു കേന്ദ്രം തിരുനാവായയിൽ വരാനുള്ള ഒരു സാധ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് എത്രമാത്രം ഒരു പ്രതീക്ഷ വയ്ക്കാം നമുക്ക്? അല്ല, നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് മാഘമേളയ്ക്കും കുംഭമേളയ്ക്കും ഒക്കെ ഭാരതത്തിൽ നേതൃത്വം നൽകുന്നത് അഖാഡകളാണ്. അപ്പോൾ അതിൻ്റെ ഇത് ഇത്രയും വിപുലമായിട്ട് എല്ലാ വർഷവും നടത്തേണ്ട സംഘാടനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതൊക്കെ സമാജത്തിൻ്റെ ഒരു നിശ്ചയത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. വരുന്ന സമയത്ത് അത് വരുമായിരിക്കാം. ജുന അഖാഡയ്ക്ക് കേരളത്തിൽ കേന്ദ്രമില്ലല്ലോ, ദക്ഷിണ ഭാരതത്തിലില്ല. തിരുനാവായ വളരെ സാധ്യത ഉണ്ടാകാം. അതൊക്കെ ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ആവശ്യം ഇവിടെ ഉണ്ട്. കാരണം അങ്ങനത്തെ ഒരു കേന്ദ്രം ഇവിടെ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടി സുഗമമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ അതിൻ്റെ പരിശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ബാക്കിയൊക്കെ പ്രകൃതി നിശ്ചയിക്കുന്നത് പോലെ തവണ കുറേ കൂടി എല്ലാവരും കൂട്ടിച്ചേർത്തുള്ള ഒരു വലിയ മാഘമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം വളരെ മുന്നൊരുക്കങ്ങൾ ഇനിയുള്ള സാഹചര്യങ്ങളിൽ ആവശ്യമായി വരും. ആ മുന്നൊരുക്കങ്ങളോട് കൂടി തന്നെ. പക്ഷേ ഈ കുംഭത്തിൻ്റെയും മാഘത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എവിടെയാണോ പ്ലാൻ ചെയ്ത് നിർത്തുന്നത് അതിൻ്റെ 2 ഇരട്ടിയായിരിക്കും അതിൽ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ കുംഭമേള എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ളൊരു കണക്കുകൾ കൊണ്ടും പ്രയാഗ്രാജിൽ നടന്ന മഹാമാഘത്തിനൊരു 40 മഹാകുംഭമേളയ്ക്ക് ഒരു 40 കോടിയോളം ആളുകളെയാണ് പ്രതീക്ഷിച്ചിരുന്നിരുന്നത്. അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ അത് വന്നത് 65 കോടിയിലേറെ ജനങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവിടെ അതിനുവേണ്ടി ഒരുക്കിയിരുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ വലിയ രീതിയിലുള്ള ഒരു 200 കിലോമീറ്ററോളം ബ്ലോക്കുകളും മറ്റുള്ള കാര്യങ്ങളും അത് സ്വാഭാവികമാണ്. അപ്പോൾ അതൊക്കെ നേരിടാനും ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാനും ഇപ്പോൾ ഇവിടെ തന്നെ വരുമ്പോൾ ജനങ്ങൾക്കറിയാം ഇവിടെ ഒരു സൗകര്യമില്ല. അപ്പോൾ ആ അസൗകര്യങ്ങളെയൊക്കെ സൗകര്യമാക്കി മാറ്റിക്കൊണ്ട് ഇതെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളിതിൻ്റെയൊക്കെ സംഘാടകരാണ് എന്നുള്ളൊരു സംഗതി കൊണ്ട് ഇത് ഞങ്ങൾ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി വന്നിരിക്കുന്നതാണെന്നുള്ളൊരു ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ധർമ്മജാഗരണത്തിന് വേണ്ടി എത്തിച്ചേരുന്ന ആളുകളാണ് ഇവിടെ. ശരിക്കും ഗാഠനിദ്രയിലായിരുന്ന സമൂഹത്തെ ഉണർത്തിയെന്ന് അങ്ങേക്ക് കരുതാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് സമൂഹം ഉണർത്തിയല്ല, സമൂഹം ഉണരുകയാണ് ഉണ്ടായത്. അതിന് വലിയ തപസ്വികളുടെ ഒരു പരിശ്രമം ഈ മണ്ണിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ശങ്കരാചാര്യ സ്വാമികളും സദാനന്ദ ഗുരുദേവനും ശുഭാനന്ദ ഗുരുദേവനും ഒക്കെ ഉണർത്തിവിട്ട ഒരു ആത്മീയ തേജസ്സുണ്ട്. അതിനിപ്പുറത്ത് ചിന്മയാനന്ദ സ്വാമികൾ അത് ഭഗവത്ഗീതയുടെ വലിയൊരു കർമ്മോർജ്ജം ഇവിടെ നിറച്ചിട്ടുണ്ട്. തുറന്നു വന്ന സത്യാനന്ദ സരസ്വതി സ്വാമികൾ ഹിന്ദു സമാജത്തിൻ്റെ വലിയൊരു ശബ്ദം ശക്തമായിട്ട് ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയി ദേവി വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ഹിന്ദു സമാജത്തിന് വലിയൊരു ആത്മാഭിമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ചിദാനന്ദപുരി സ്വാമിജി മഹാരാജൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പരമ്പരകളെയും കോർത്തിണക്കാൻ വേണ്ടിയിട്ട് അക്ഷീണമായ പരിശ്രമം, അതൊരു ദീർഘകാലത്തെ ഒരു 10-30 വർഷത്തെ പരിശ്രമമാണ്. ഒരു 10 വർഷം കൊണ്ട് തന്നെയാണ് അത് ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലാണ് അത് പ്രകടമായിട്ട് കാണുന്നത്. അത് നിശബ്ദമായൊരു പ്രവർത്തനവും ഒരുപാട് അധ്വാനം. ഒരു വലിയ പ്രോഗ്രാം ഒറ്റ സമയത്ത് നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു അധ്വാനത്തിൻ്റെ 100 ഇരട്ടി അധ്വാനമാണ് അതിന് വേണ്ടിയിട്ട് കേരളത്തിലെ സന്യാസിമാരെല്ലാവരും ചേർന്ന് നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തൊട്ട് മുമ്പ് ധർമ്മസന്ദേശ യാത്ര കേരളത്തിലെ എല്ലാ സന്യാസി പരമ്പരകളുടെയും ആചാര്യന്മാർ ഒന്ന് ചേർന്ന് നടത്തിയത്. അതെനിക്ക് തോന്നുന്നു വേറെ ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലോ ഭാരതത്തിലോ തന്നെ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടുത്ത ഘട്ടം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ മാഘം സംഭവിച്ചിരിക്കുന്നത്. എന്നാലും മഹാമാഘം വലിയ തോതിൽ വിജയമായതിൻ്റെ ഒരു നിർവൃതി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഒപ്പം അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് ഇത് നടക്കാൻ പോകുന്നു എന്നുള്ള വിവരം കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.